ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്തുമസ് ദിനം. ദൈവം നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയതിൻ്റെ ഓർമ്മ പെരുന്നാൾ. ഇമ്മാനുവേലായി അവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പ് തരുന്നതിൻ്റെ ഓർമ്മ തിരുനാൾ. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നു. സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുന്നു. ചിലപ്പോഴെങ്കിലും സർവശക്തനായ ദൈവം ഇമ്മാനുവലായി നമ്മുടെ കൂടെയുള്ള നമ്മുടെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഹിംസയോട് ചേർത്ത് വായിച്ചാണെന്ന് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തകർത്തെറിയുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഈ ഭൂമിയിൽ സംഭവിക്കുന്നതിൻ്റെ പോലും സംഭവങ്ങളുടെ പോലും ഗതി മാറ്റേണ്ടയാൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും സങ്കീർണതകളെയും തകർത്ത് ദൂരെ എറിയുന്ന ഒരാൾ. എന്നാൽ ദൈവം സർവശക്തനെന്ന് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ഈ ഹിംസയിൽ അധിഷ്ഠിതമായ ഒരു ദൈവത്തെയാണോ അവൻ നമുക്ക് കാണിച്ചു തരുന്നത്? ഇസയാസ് പ്രവാചകൻ്റെ പുസ്തകം നമ്മളോട് പറയുന്നു, ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ പോലെയല്ല, ദൈവത്തിൻ്റെ വഴികളും നമ്മളുടെ വഴി പോലെയല്ല. അത് വിശദീകരിച്ചുകൊണ്ട് പോപ്പ് ബെനഡിക്റ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം സർവശക്തൻ എന്ന് പറഞ്ഞാൽ അത് ഹിംസയോടും അക്രമത്തോടും ചേർത്ത് വായിക്കരുത്, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തോടും ദൈവത്തിൻ്റെ കരുണയോടും ദൈവത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുവാനായിട്ടുള്ള മനസ്സോടും ദൈവത്തിൻ്റെ നമ്മെപ്പോലെ തന്നെ സ്വീകരിക്കുവാനായിട്ടുള്ള കഴിവോടും കൂടെ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്നേഹവും പൊറുതിയും ദൈവത്തിൻ്റെ ആദരവുമൊക്കെ അനുഭവിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരാളിൽ നന്മയുണരും. അങ്ങനെ ഉണരുന്ന നന്മ ശാശ്വതമായിരിക്കും. ഈ ശാശ്വതമായിട്ടുള്ള നന്മയാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് സമാധാനം നൽകുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ അവൻ നൽകാൻ ശ്രമിച്ചത് ഇതായിരുന്നു. അവൻ്റെ സൗമ്യതയും ക്ഷമയും സ്നേഹവും പൊറുതിയുമൊക്കെ കണ്ടപ്പോൾ ചിലരെങ്കിലും അന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഇത് ബലഹീനതയല്ലേ എന്ന്. പക്ഷേ പിന്നീട് കാലം തെളിയിച്ചു അതാണ് സത്യത്തിലെ ശക്തിയെന്ന്, അതാണ് സത്യത്തിലെ സർവശക്തിയെന്ന്. ആ ശക്തിയിലൂടെ അവൻ ഇന്നും ലോകത്തെ നന്മയിലേക്ക് ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. സഭയും ലോകത്തെ ഇതിലൂടെ നന്മയിലേക്ക് ഉണർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പോപ്പ് ഫ്രാൻസിസ് നമുക്ക് നൽകിയ ഒരു ചാക്രിക ലേഖനമുണ്ട്, സർവരും സഹോദരര്. അത് ഓർമ്മപ്പെടുത്തുന്നതും അവൻ്റെ ഈ സർവശക്തിയായ സ്നേഹത്തിലൂടെയും പൊറുതിയിലൂടെയും ലോകത്തെ നന്മയിലേക്ക് ഉണർത്തണം എന്ന് തന്നെയാണ്. ഇങ്ങനെ ദൈവത്തെ സർവശക്തനായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് നിരന്തരം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പൊറുതിയുമൊക്കെ സ്വീകരിച്ച് തൻ്റെ തന്നെ ജീവിതം അങ്ങനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരാൾക്ക് ഈ ലോകത്തിൽ ദൈവം സർവശക്തനാണ് എന്ന് വെളിപ്പെടുത്താനായിട്ട് പറ്റും. അസാധ്യമെന്ന് തോന്നുന്ന സമാധാനവും ശാന്തതയും നന്മയുമൊക്കെ വിരിയിക്കുവാനായിട്ട് പറ്റും. നമുക്കെല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഇമ്മാനുവേലായി സർവശക്തനായി നമ്മോടുകൂടെയുള്ള ദൈവത്തോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ സർവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരോടും പൊറുക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും ആദരിക്കുവാൻ എൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ചാൽ, എൻ്റെ മുറിവുകളിൽ ബലഹീനതയിൽ ആശ്രയിച്ചാൽ എനിക്കതിന് കഴിയില്ല. എന്നെ അനുഗ്രഹിക്കണമേ, ഓരോ ദിവസവും അതിലേക്ക് എന്നെ വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.